ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ടാണ് എനിക്ക് ഈ ഒരു പാക്ക് ഉപയോഗിച്ചപ്പോൾ കിട്ടിയത്. എന്താണ് സംഭവം എന്നുള്ളത് പറയാം, വീഡിയോയിലേക്ക് പോകാം. എങ്ങനായാലും ഒന്ന് വെളുത്താൽ മതിയോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് എങ്ങനായാലും ഒന്ന് വെളുക്കാം കേട്ടോ. നിങ്ങളുടെ ചർമ്മം നല്ല പോലെ കറുത്തിരിക്കുകയാണോ? ചർമ്മത്തിന്റെ കളർ കൂട്ടാൻ 1-2 ദിവസമെങ്കിലും എടുക്കും കേട്ടോ. വെറുതെ പറയുന്നതല്ല, 1-2 ദിവസം കൊണ്ട് കിട്ടുന്ന ആ ഒരു മാറ്റം ഉണ്ടല്ലോ, അത് പെർമനന്റ് ആയിട്ട് നിർത്താം. പിന്നെ എത്ര വെയിലത്ത് പോയാലും നിങ്ങളുടെ ചർമ്മത്തിന് ടാൻ ഒന്നും വയ്ക്കുക പോലും ചെയ്യില്ല. ചർമ്മം നല്ല വെളുത്തിരിക്കാൻ സാധിക്കുന്നതാണ്. എന്താണെന്നൊക്കെ ഉള്ളത് ഞാൻ പറയാം കേട്ടോ. നല്ല അടിപൊളി ഒരു പാക്കാണ് തയ്യാറാക്കുന്നത് ചർമ്മം വെളുക്കാൻ വേണ്ടി. അതിനെങ്ങനെയാണ് തയ്യാറാക്കുന്നതും അതിന് എന്തെല്ലാം വേണമെന്നൊക്കെ ഉള്ളത് ഞാൻ വിശദമായിട്ട് പറയാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എൻ്റെ ചാനൽ കാണുന്നത്? ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇപ്പം എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് റംസാനിയ. എൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യനാണ്. വെളുത്തിരിക്കുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം. പക്ഷെ എന്നാൽ കറുത്ത ചർമ്മം എങ്ങനെയാണ് വെളുപ്പിക്കുന്നത്? നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ചർമ്മത്തിന് നല്ലതാണ്. നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ചർമ്മം നല്ല പോലെ തിളക്കം വെക്കാൻ സാധിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് ഞാൻ പറയുന്നത്. കറുത്ത കളർ ഒരു കുറ്റമായിട്ടല്ല പറയുന്നത്. കറുത്ത കളർ ആണെങ്കിലും ചർമ്മം എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടും ബ്രൈറ്റ് ആയിട്ടും ഇരിക്കാനാണ് എല്ലാവർക്കും ആഗ്രഹം. നിങ്ങളുടെ ചർമ്മത്തിന് പിഗ്മെന്റേഷനും ടാനും ഒക്കെ ഉണ്ടോ? അതൊക്കെ മാറ്റും കേട്ടോ. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്ന പോലെ ഒന്ന് ചെയ്യണം കേട്ടോ. എന്തായാലും നല്ല പോലെ ഒരു മാറ്റം നൽകുന്ന ഒരു അടിപൊളി പാക്കാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് സമയം കളയണ്ട. ആ ഒരു പാക്ക് തയ്യാറാക്കുന്നതും അതിന് എന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും അത് ചെയ്തിട്ടുള്ള ലൈവ് ചേഞ്ചസ് നമുക്ക് കാണാം. അതിലേക്ക് പോകാം. ചർമ്മത്തിന് നല്ല പോലെ കളർ നേടാൻ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. എപ്പോഴും നമ്മൾ ചെയ്യാറുള്ളത് കെമിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് ചർമ്മം വെളുപ്പിക്കാനായിട്ട് നോക്കും, എളുപ്പം വെളുക്കാൻ വേണ്ടി. അപ്പം നമ്മുടെ ചർമ്മത്തിന് അത് ദോഷവും ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് മനസ്സിലാക്കുക. എപ്പോഴും നമ്മുടെ ചർമ്മത്തിന് ഏറ്റവും നല്ലതെന്ന് പറയുന്നത്, ബെസ്റ്റ് എന്ന് പറയുന്നതും ഹോം മെയ്ഡ് റെമഡി തന്നെയാണ്. ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഒരു ബെസ്റ്റ് ഹോം മെയ്ഡ് റെമഡിയാണ്. ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത് ഈ ഒരു ഹോം മെയ്ഡ് റെമഡി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും മറ്റുള്ള ക്രീമിന്റെ പുറകിനോ കെമിക്കലായിട്ടുള്ള പാക്കിന്റെ പുറകിനോ ഒന്നും പോയി സമയം കളയില്ല. ചർമ്മം വെളുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന പോലെ ചെയ്താൽ മതി. സ്കിന്നിനകത്തുണ്ടാവുന്ന റിങ്കിൾസ്, പിഗ്മെന്റേഷൻ, ടാൻ, ഓപ്പൺ പോഴ്സ് എന്നിവയെല്ലാം മാറ്റി ചർമ്മത്തിന് നല്ല പോലെ നിറം നൽകാനും ചർമ്മം നല്ലപോലെ ക്ലീൻ ആക്കാനും സഹായിക്കുന്നതാണ്. എന്തായാലും പാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ അലോവേറ ജെല്ലാണ്. 1 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ 1 ടേബിൾ സ്പൂൺ അലോവേറയുടെ ജെല്ല് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ചർമ്മത്തിന് വളരെ നല്ലതാണ് അലോവേറ ജെല്ല്. ചർമ്മത്തിനകത്തുണ്ടാകുന്ന എന്തൊരു കുറവിനെയും മാറ്റാൻ, ചർമ്മത്തിന് ഇപ്പം എന്തെങ്കിലും കുറവ് കൊണ്ടായിരിക്കും ചർമ്മത്തിന് നിറം വെക്കാത്തത്, ആ ഒരു കുറവിനെ പരിഹാരം കണ്ടെത്താൻ നമ്മുടെ അലോവേറ ജെല്ലിൽ നിന്ന് സാധിക്കുന്നതാണ്. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂൺ ശുദ്ധമായിട്ടുള്ള പാല്, അതായത് റോ മിൽക്കാണ് നമുക്ക് വേണ്ടത്. അത് 1 ടേബിൾ സ്പൂൺ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, 1 ടേബിൾ സ്പൂൺ റോ മിൽക്ക് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കുമ്പോൾ ഇതൊരു ക്രീം പരുവത്തിലായിട്ട് മാറും. ഇനി ഇതിലേക്ക് നമുക്ക് ഹണി ചേർത്ത് കൊടുക്കാം. ഹണിയിലും കൂടുതൽ ആൻറ്റി ഓക്സൈഡും കൂടാതെ തന്നെ ചർമ്മത്തിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിൻ ഒക്കെ കുറയ്ക്കാനും ഹണിയിൽ നിന്നും സാധിക്കുന്നതാണ്. 1 ടേബിൾ സ്പൂൺ ആണ് ഹണി ചേർത്ത് കൊടുക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ ഹണി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനിയും നമ്മളൊന്ന് മിക്സ് ആക്കുക. മിക്സ് ആക്കുമ്പോഴത്തേക്ക് ഇതൊരു ക്രീം പരുവത്തിലായിട്ട് മാറുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല ശുദ്ധമായിട്ടുള്ള നമ്മുടെ കസ്തൂരി മഞ്ഞൾ പൗഡർ ചേർത്ത് കൊടുക്കാം. അത് 1/2 ടേബിൾ സ്പൂൺ ആണ് ചേർക്കേണ്ടത്. 1/2 ടേബിൾ സ്പൂൺ കസ്തൂരി മഞ്ഞൾ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ കസ്തൂരി മഞ്ഞൾ പൗഡർ 1/2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ല പോലെ മിക്സ് ആക്കുക. അങ്ങനെ നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 മുറി തക്കാളിക്കയുടെ നീരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക നീര് ചർമ്മത്തിന് വളരെയധികം ഗുണങ്ങൾ നൽകുന്നതാണ്. തക്കാളിക്ക നീരിൽ നിന്ന് ചർമ്മത്തിനകത്തുണ്ടാകുന്ന ഡെഡ് സ്കിൻ കുറയ്ക്കാനും ഒക്കെ തക്കാളിക്ക നീരിൽ നിന്ന് സാധിക്കുന്നതാണ്. കൂടുതലും ബ്ലീച്ചിന്റെ അംശം കൂടുതലുള്ളതാണ് നമ്മുടെ തക്കാളിക്കയുടെ നീരിൽ. അങ്ങനെ തക്കാളിക്കയുടെ പൾപ്പ് ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ആണ് കിട്ടിയത്. അത് ചേർത്തതിന് ശേഷം നല്ല പോലെ അങ്ങ് മിക്സ് ആക്കുക. ഓക്കെ, നമ്മുടെ സംഭവം അങ്ങനെ റെഡി ആയിട്ടുണ്ട്.
ഇത് ഡെയിലി നിങ്ങൾക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. മറ്റുള്ള ഒരു ദോഷങ്ങളും ഒന്നും ഉണ്ടാവില്ല. സ്കിൻ നല്ലപോലെ ക്ലീൻ ആവാനും ടാൻ ഏക്കാതെയും പിഗ്മെന്റേഷൻ ഏക്കാതെയും നിങ്ങളുടെ ചർമ്മത്തെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്താനും ഒക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന പാക്കിൽ നിന്ന് സാധിക്കും. എന്തായാലും ഞാൻ എൻ്റെ കൈകളിലിട്ടുള്ള ചേഞ്ചസ് ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. എൻ്റെ കൈയുടെ കളർ ആദ്യമേ കണ്ടു നോക്കും. അധികം നിറമൊന്നുമില്ല. അധികം ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എൻ്റെ കൈ ഇതേപോലെ ഇരിക്കുന്നത്. നല്ലവണ്ണം ശ്രദ്ധിക്കുകയാണെങ്കിൽ കൈ നല്ല പോലെ നിറമൊക്കെ വെച്ചിരിക്കും. എന്തായാലും ഞാൻ ഈ കയ്യിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. എന്തായാലും ലൈവ് ചേഞ്ചസ് ഞാൻ നിങ്ങളെ കാണിക്കാം. സ്കിൻ നല്ല ഫുൾ ബോഡി നിറം വെക്കാനൊക്കെ നിങ്ങൾക്ക് ഈ പറയുന്ന പാക്കിൽ നിന്ന് സാധിക്കും. എന്തായാലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. തുടച്ചിട്ടുള്ള റിസൾട്ട് എന്തായാലും നമുക്ക് നോക്കാം. കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് തളിച്ച് സ്ക്രബ് ചെയ്തിട്ട് വേണം നമ്മളിത് തുടച്ച് മാറ്റാൻ. തുടച്ച് മാറ്റിയപ്പോൾ റിസൾട്ട് കണ്ട് ഞാൻ ഷോക്കായി. അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്യണേ. സംഭവം കിടുവാണ്. ചെയ്തിട്ട് റിസൾട്ട് പറയണേ. കണ്ടല്ലോ, ചേഞ്ചസ് ഒക്കെ കണ്ടല്ലോ. എത്ര തന്നെ കറുത്ത ചർമ്മമാണെങ്കിലും നിറം വെക്കാൻ വെറും ഒരു ദിവസം കൊണ്ടൊക്കെ സാധിക്കും. അത് ഒരു ദിവസം കൊണ്ട് കിട്ടുന്ന മാറ്റം ഉണ്ടല്ലോ, മുന്നോട്ടും കൂടി ചെയ്യുകയാണെങ്കിൽ നല്ല പോലൊരു മാറ്റം നേടാൻ സാധിക്കും. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിന്റെ മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യണേ കേട്ടോ. എന്തായാലും ഈ പാക്ക് ഒന്ന് ഉണ്ടാക്കി ഉപയോഗിക്കണേ കേട്ടോ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.